കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ മലക്കം മറിഞ്ഞ് മുഖ്യപ്രതി നിതീഷ്. അടുത്തെത്തിയിട്ടും ഇരുട്ടിൽ തപ്പി പോലീസ്. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി നിതീഷ് മൊഴി മാറ്റുന്നത് പോലീസിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തെപ്പറ്റി മൊഴി മാറ്റി പറയുന്നതാണ് പോലീസിനെ പ്രധാനമായും ആശയക്കുഴപ്പത്തിലാക്കുന്നത്. നവജാത ശിശുവിനെ തൊഴുത്തിനോട് ചേർന്ന് കുഴിച്ചുമൂടിയെന്ന മൊഴിയാണ് മുഖ്യപ്രതിയായ നിതീഷ് ഇപ്പോൾ മാറ്റി പറഞ്ഞത്. ഇതോടെ കുട്ടിയെ മറവു ചെയ്ത സ്ഥലത്തിലുള്ള അവ്യക്തത തുടരുകയാണ്. കൂട്ടുപ്രതിയായ വിഷ്ണു അറിയാതെ മൃതദേഹം നിതീഷ് മാറ്റിയോ എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് സംശയിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ പഴയ വീട്ടിലെ തൊഴുത്തിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. വീട്ടിൽ എന്നും പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നിതീഷിന്റെ സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ അയാൾ തന്നെ കൊന്നുവെന്നതാണ് ഈ കേസിലെ പ്രതികളുടെ ക്രൂരമായ മുഖവും മാനസികാവസ്ഥയും വ്യക്തമാക്കുന്നത്. കൂട്ടുപ്രതിയായ വിഷ്ണുവിന്റെ സഹോദരിയിൽ നിതീഷിനുണ്ടായ കുഞ്ഞിനെ തന്നെയാണ് അയാൾ നിഷ്ഠൂരമായി കൊന്നു കുഴിച്ചുമൂടിയത്. വിഷ്ണുവിന്റെ സഹോദരിയുടെ കൈക്കുള്ള ബലക്ഷയം ആഭിചാര പൂജാ കർമ്മങ്ങൾ കൊണ്ട് മാറ്റാമെന്ന് പറഞ്ഞാണ് ഇയാൾ മരണപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണുവിൻ്റെയും കുടുംബവുമായി അടുക്കുന്നതും. ശേഷം സഹോദരിയുമായുണ്ടായ ബന്ധത്തിൽ നിതീഷിനുണ്ടായ കുഞ്ഞിനെ തന്നെയാണ് ഇയാൾ കൊന്നതും. കുഞ്ഞിനെ ഉപയോഗിച്ച് ഗന്ധർവ പൂജ ചെയ്താൽ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ ഇയാൾ കൊണ്ടുപോയത്. പക്ഷേ നിതീഷ് പറഞ്ഞ ഈ മൊഴിയാണോ അതോ വിവാഹേതര ബന്ധത്തിലുണ്ടായ കുഞ്ഞായതുകൊണ്ട് അതിൻ്റെ നാണക്കേട് മൂലം കുഞ്ഞിനെ ഇയാൾ ഇല്ലായ്മ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇപ്പോഴും സംശയമുണ്ട്. സാക്ഷര കേരളത്തിലെ മറ്റൊരു ഇരട്ടക്കൊലപാതകം നിലവിലുള്ള സാഹചര്യത്തിൽ നരബലി തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സ്വന്തം കുടുംബത്തിലെ 2 പേരെ കൊലപാതകത്തിനിരയായപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മറ്റു കുടുംബാംഗങ്ങളും അതിന് കൂട്ടുനിന്നുവെന്നതും കേരള മനസാക്ഷിക്ക് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായി മാറുകയാണ്. അതിനിടെ കേസിൽ പ്രതി ചേർത്ത കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമയെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. കൂട്ടുപ്രതിയായ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട്. ഇന്നലെ കാഞ്ചിയാറിലെ കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷ്ണുവിന്റെ പിതാവ് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിജയനും നിതീഷുമായി തർക്കമുണ്ടായി. തർക്കത്തിനിടെ നിതീഷ് വിജയനെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2 ദിവസം വീടിനുള്ളിൽ സൂക്ഷിച്ച മൃതദേഹം സുമയുടെയും വിഷ്ണുവിൻ്റെയും സഹായത്തോടെ കുഴിയെടുത്ത് മൂടി. വീടിന്റെ ചായ്പിൽ 5 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്താണ് മൃതദേഹം മറവു ചെയ്തത്. പിന്നീട് ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു. കാർഡ്ബോർഡ് പെട്ടിയിൽ 3ആയി മടങ്ങിയ നിലയിലായിരുന്നു വിജയന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. 90% അഴുകിയ നിലയിൽ. അസ്ഥികൂടത്തോടൊപ്പം ഷർട്ടും പാൻസും ബെൽറ്റും കണ്ടെത്തി. വിജയനെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും ഈ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നിന്ന് മോഷണ ശ്രമത്തിനിടയിലാണ് വിജയന്റെ മകൻ വിഷ്ണുവും നിതീഷും ആദ്യമായി പോലീസ് പിടിയിലായത്. പിന്നീടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം പുറത്തറിയുന്നത്. വിജയന്റെ മൃതദേഹം പ്രതി പറഞ്ഞ കൃത്യസ്ഥലത്ത് നിന്ന് തന്നെയാണ് പോലീസ് പുറത്തെടുത്തത്. അത്തരത്തിൽ കൊലപാതകത്തെ സംബന്ധിച്ച് കൃത്യമായ മൊഴി നൽകിയ പ്രതി രണ്ടാമത് ചെയ്ത കൊലപാതകത്തിൽ ആദ്യം പറഞ്ഞ മൊഴി മാറ്റി പറയുന്നതിലെ ദുരൂഹതയും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.